മഹാനും ഭയങ്കരനുമായി ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സകലത്തിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന് സ്തോത്രം, സ്തുതിയും, ധനവും, ജ്ഞാനവും, ബഹുമാനവും എല്ലാം അർപ്പിക്കുന്നു. ദൈവകുഞ്ഞാടായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളും എല്ലാവർക്കും അറിയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ, അവന്റെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനങ്ങളെ ധ്യാനിപ്പാനും അവിടുന്ന് നമുക്ക് നൽകിയ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. സമയം കണ്ടെത്തി ആയതിനു വേണ്ടി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. കർത്താവ് ഏവർക്കും പ്രതിഫലത്തെ നൽകുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വീണ്ടും നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു വരുന്നു എന്ന് കാണും തോറും അധികമായി ചെയ്യുവാൻ എബ്രായ ലേഖനം 10:24-25 വാക്യങ്ങളെ ആധാരമാക്കി ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിടത്തേക്ക് മടങ്ങിപ്പോകാം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം ദൈവകുഞ്ഞാടായ ക്രിസ്തു പിതാവിങ്കൽ നിന്നും വാങ്ങിയ സപ്തമുദ്രിതമായ പുസ്തകം. അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുന്നു. കുഞ്ഞാട് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിൽ 1 മുതൽ 4 വരെയുള്ള മുദ്രാഭേദനങ്ങളെ നമ്മൾ കണ്ടു. ആ 4 വരെയുള്ള മുദ്രാഭേദനങ്ങളിൽ സംഭവിച്ചത് രാഷ്ട്രീയമായ ചില കാര്യങ്ങളാണ്. The seals 1-4 revealed some political occurrences in the world. രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും വാളും ക്ഷാമവും മരണവും ഒക്കെയായിട്ട് നമ്മൾ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോഴുള്ള സംഭവങ്ങൾ നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിച്ച ആ വേദഭാഗം 9 മുതൽ 11 വരെ ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. സ്തോത്രം. ദൈവകുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണല്ലോ നാം അവിടെ കാണുന്നത്. അവിടെ യാഗപീഠത്തിൻ കീഴിൽ രക്തസാക്ഷികളായവരുടെ ആത്മാക്കളെ യോഹന്നാൻ കാണുകയാണ്. ആ ആത്മാക്കൾ പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു.
അത് മഹാപീഡന കാലത്ത് കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളാണെന്ന് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കാണുകയുണ്ടായി. യാഗപീഠത്തിന് കീഴിൽ അവരുടെ ആത്മാക്കൾ കാണപ്പെടുവാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളും ഇന്നലെ നാം കണ്ടു. അതിനോടനുബന്ധിച്ച് ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് യഹൂദന്മാർക്കിടയിൽ ഉള്ള ഒരു കഥ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സംഭവത്തോടനുബന്ധിച്ച ഒരു കാര്യമാണ്. മക്കാബിയന്മാരുടെ കാലത്ത് അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന സിറിയൻ രാജാവിന്റെ യഹൂദ വിരുദ്ധ നടപടികളിൽ നിന്ന് യഹൂദ മതത്തെയും യഹൂദ ജനതയെയും ദേവാലയത്തെയും ഉദ്ധരിക്കുവാൻ ധാരാളം യഹൂദന്മാർ രക്തസാക്ഷികളായി. അതിൽ ഒരമ്മയുടെ 7 പുത്രന്മാരും ഉൾപ്പെട്ടിരുന്നു. ആ 7 പുത്രന്മാരെ അമ്മ പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ചിന്തിച്ചത്. അവർ രക്തസാക്ഷികളായി. അവരങ്ങ് ഷിയോളിൽ അല്ലെങ്കിൽ പറുദീസയിലെത്തുമ്പോൾ അബ്രഹാം പിതാവിനോട് പറയേണ്ട ഒരു കാര്യം അമ്മ അവരെ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ കേട്ടത്. അവിടുത്തെ ഏകജാതന് വേണ്ടിയിട്ട് അങ്ങ് ഒരു യാഗപീഠം പണിതെങ്കിൽ എൻ്റെ അമ്മ അത്തരം 7 യാഗപീഠങ്ങളാണ് പണിതത്. ഞങ്ങൾ 7 പേരും രക്തസാക്ഷികളായിട്ടേ. അപ്പോ രക്തസാക്ഷിത്വ മരണം ദൈവത്തിന് ഒരു യാഗാർപ്പണമായി അവർ കരുതിയിരുന്നു. അതിൻ്റെ തെളിവുകൾ പുതിയ നിയമത്തിൽ നിന്നും പൗലോസ് പറയുന്നത് ഫിലിപ്പർക്കുള്ള ലേഖനത്തിൽ നിന്നും തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ നിന്നും പൗലോസിന്റെ തന്നെ സ്വാനുഭവങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു. അത്രയുമായിരുന്നു നമ്മൾ പഠിച്ചത്. അതിലെന്തെങ്കിലും വിശദീകരണം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെയൊന്നുമില്ല എങ്കിൽ നമ്മൾ പഠിച്ചു വന്നതുപോലെ വിശുദ്ധന്മാർ എല്ലാ കാലത്തും അവരുടെ വിശ്വാസത്തിന് വേണ്ടി സാക്ഷികളായിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിലെ മരണം തന്നെ രക്തസാക്ഷിത്വമായിരുന്നു. ഹാബേലിന്റെ മരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന നിമിത്തം ഹാബേലിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ആദ്യ പ്രധാന കഥാപാത്രമായ സ്നാപക യോഹന്നാൻ തന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ദൈവത്തോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമായി ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ശരിയായ നിറവേറ്റൽ നിമിത്തം തനിക്കും താലത്തിൽ കൊടുക്കേണ്ട അനുഭവം ഉണ്ടായി. പുതിയ നിയമ സഭയിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ ശവമടക്കവും രക്തസാക്ഷികളുടേത് തന്നെയായിരുന്നു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ മരണം യാക്കോബിൻ്റെതും വിശ്വാസികളിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരല്ലാത്തവരിൽ ആദ്യത്തെ മരണം സ്തേഫാനോസിൻ്റെതും. രണ്ടും രക്തസാക്ഷിത്വം. സഭാനാഥനായ ക്രിസ്തുവിന്റെ മരണവും പ്രായശ്ചിത്ത മരണമെന്ന്
തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു അർത്ഥത്തിൽ അതും രക്തസാക്ഷിത്വമായിരുന്നു. എന്നാൽ യേശുവിന്റെ മരണം രക്തസാക്ഷി മരണം എന്ന് മാത്രം ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള സമയത്ത് പറഞ്ഞത്, യേശുവിന്റെ മരണം ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട് എ മാർട്ടിഡം. ഒരു രക്തസാക്ഷിത്വ മരണത്തെക്കാൾ വലുതായിരുന്നു, അപ്പുറമായിരുന്നു യേശുവിന്റെ മരണം. എങ്കിലും അതിനെ സാധാരണ നിലയിൽ രക്തസാക്ഷിത്വ മരണത്തോട് ചേർത്തും വയ്ക്കാം. ഈ സന്ദർഭത്തിൽ പറഞ്ഞു വന്നത്, പഴയ നിയമം പുതിയ നിയമവും സഭാകാലവും അതിനു മുൻപുള്ള കാലവും എല്ലാം വ്യക്തമാക്കുന്നത് ധാരാളം വിശുദ്ധന്മാർക്ക് തങ്ങളുടെ ദൈവത്തോടുള്ള വിധേയത്വം നിമിത്തം ജീവൻ രക്തസാക്ഷിത്വ മരണത്തിലൂടെ അർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വസ്തുതയാണ്. ഇന്നും അങ്ങനെ തന്നെ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വാർത്തയാണല്ലോ, ബീഹാറിൽ ഒരു ദൈവദാസന്റെ 20 വയസ്സുള്ള മകനെ വിശ്വാസം നിമിത്തം, യേശുവിങ്കലുള്ള വിശ്വാസം ത്യജിക്കാഞ്ഞത് മൂലം, അപ്പൻ ശുശ്രൂഷയായതുകൊണ്ട് തൻ്റെ 2 കൈകളും ഒടിക്കുകയും തന്നെ കൊല്ലുകയും ചെയ്തു എന്നുള്ളത്. കേൾക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇടയ്ക്ക് മുറിയുന്നോ? മുറിഞ്ഞാലും ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടല്ലേ? ഇന്റർനെറ്റിന്റെ ചെറിയ ലാഗിങ് ഉണ്ട്, എനിക്കത് മനസ്സിലാകുന്നു. പക്ഷെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടുതലായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ വീഡിയോ അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഓഡിയോ മാത്രമാക്കാം. കൂടുതൽ പ്രയാസം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞു വന്നത്, രക്തസാക്ഷികളായി മരിക്കുക മഹാപീഡനകാലത്തിന്റെ ഒരു വിശേഷതയാണ്. എന്നാൽ വേദപുസ്തക ചരിത്രത്തിന്റെ തുടക്കം മുതലേ, മാനവ ചരിത്രത്തിന്റെ മുതലേ ദൈവഭക്തന്മാർ പല സാഹചര്യങ്ങളിൽ രക്തസാക്ഷികളായി മരിച്ചത് നാം കാണുന്നു. കേൾക്കാമോ? സ്റ്റക്കായോ? പിന്നെ ഇടയ്ക്ക് കട്ടായിരുന്നു പാസ്റ്റർ. ഞാൻ വീഡിയോ ഓഫ് ആക്കട്ടോ? പ്രയാസമില്ലല്ലോ? കുറഞ്ഞ വർഷം കേൾക്കാൻ പറ്റുമല്ലോ. സോറി, വീഡിയോ ഓഫ് ചെയ്തതുകൊണ്ട്. വേറെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആയതാ. ഇപ്പൊ കേൾക്കാൻ കുഴപ്പം പഴയ പോലെ കാണത്തില്ലല്ലേ? ഇപ്പം കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ ഓക്കെ, ഗുഡ്. എനിക്ക് നിങ്ങളേതായാലും കാണാം. ഇപ്പൊ പറഞ്ഞു വന്നത്, മാനവ ചരിത്രത്തിന്റെ തുടക്കം മുതലേ യഹോവ ഭക്തന്മാർ തങ്ങളുടെ വിശ്വാസം നിമിത്തം, ദൈവത്തോടുള്ള വിധേയത്വം നിമിത്തം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് പഴയ നിയമകാലത്തും യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിത കാലത്തും ദൈവസഭയുടെ തുടക്കം മുതലേയും അങ്ങനെ തന്നെയായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ശത്രുവായ സാത്താൻ തൻ്റെ പുത്രനായ, അല്ലെ ദത്തുപുത്രനായ എതിർ ക്രിസ്തുവിലൂടെ ലോകം ഭരിക്കുന്ന കാലത്ത്
ഏറെ അധികമായിരിക്കും. ആ ഒരു ചിത്രമാണ് നാം ഈ 6-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രിത പുസ്തകത്തിന്റെ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നത്. നാം അതിന്റെ മറ്റൊരു ചിത്രവും കൂടെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. കർത്താവായ യേശു മേഘങ്ങളിൽ വരികയും ദൈവസഭയെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ലോകത്തിൽ ഒരു വ്യാജ മതം ഉടലെടുക്കുകയാണ്. ഇന്നും അതിൻ്റെ ഒരുക്കങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, പരസ്യമായി തന്നെ. സാത്താൻ സഭ എന്ന സഭ തന്നെ ഇന്ന് ലോകത്തിലുള്ളത് നമുക്കറിയാം. പല രാജ്യങ്ങളിലും അത് നിയമപരമായി സാധുതമായ, ലീഗലി പെർമിറ്റഡ്, നീതിപരമായി അല്ലെങ്കിൽ നിയമപരമായി സാധൂകരിക്കപ്പെട്ട കൂടിയവരവുകളാണ്. പലയിടത്തും ഒളിഞ്ഞും പാത്തും ഒക്കെ നടക്കുന്നു. പക്ഷെ എല്ലാവർക്കും അറിവുള്ളതാ, നമ്മുടെ കേരളത്തിൽ വരെ സാത്താന്യ സഭകൾ പിടിമുറുക്കുന്നു എന്നാണ് നമുക്കൊടുവിൽ കിട്ടുന്ന വാർത്തകൾ. ഈ സാത്താന്യ മതം മറ്റു പല രീതികളിലും ഇന്ന് ലോകത്തിൽ പടർന്നു പന്തലിക്കുന്നു. വ്യാജ ഉപദേശങ്ങൾ, തെറ്റായ ആചാരങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ. അതായത് യേശുവിൻ്റെ സത്യസഭ ഒന്നേയുള്ളൂ. ആ സഭ അല്ലാത്തതെല്ലാം വ്യാജമതത്തിന്റെ വിവിധ പതിപ്പുകളാണ്. യേശുക്രിസ്തുവിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം ഈ വ്യാജ മതങ്ങളെല്ലാം കൂടെ ഒന്നാകും, അല്ലെങ്കിൽ ഒന്നാകേണ്ടി വരും. അവയെല്ലാം ഒന്നാകും. അതിനെയാണ് വെളിപ്പാട് 17-ാമത്തെ അധ്യായത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ 17-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്ന പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അവിടെ വ്യാജമതത്തെ നാം കാണുന്നു. The false world religion, the wife of Antichrist. എതിർക്രിസ്തുവിന്റെ ഭാര്യയാണവൾ. ദൈവസഭ യേശുക്രിസ്തുവിന്റെ നിർമ്മല കന്യകയായ മണവാട്ടി. എന്നാൽ ഈ വ്യാജമതം എതിർക്രിസ്തുവിന്റെ ഭാര്യ എന്ന് കാണാം. ഈ വ്യാജമതത്തെ ഒരു അഭിസാരികയായ സ്ത്രീയോടാണ് ഉപമിച്ചു പറയുന്നത്. ദൈവസഭ നിർമ്മല കന്യകയാണ്. She is a pure virgin. The church of God is a pure virgin. നിർമ്മല കന്യകയാണ് ദൈവസഭ. യേശുവിന്റെ മണവാട്ടിയാണ്, ഭാര്യയുമല്ല. എന്നാൽ ഈ വ്യാജമതം എതിർക്രിസ്തുവിന്റെ ഭാര്യയാണ്. അവൾ ഒരു സ്ത്രീയാണ്, കന്യകയല്ല. കന്യകാത്വം നഷ്ടപ്പെട്ടവരെയാണ് സ്ത്രീകളായിട്ട് പരിഗണിക്കുന്നത്. അതും ഈ സ്ത്രീ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണറിയപ്പെടുന്നത്. 17-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, 1-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരുക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടോ, ഇവളെ പറ്റി പറയുന്നത് ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത്
തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായ മഹാവേശ്യ. അതിൻ്റെ ഒരു താരതമ്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദൈവസഭ ക്രിസ്തുവിന് വേണ്ടി തന്നെത്താൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന നിർമ്മല കന്യകയായിരിക്കുമ്പോൾ ലോക വ്യാജമതം അവൾ ഒരു മഹാവേശ്യയാണ്. 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുഞ്ചുവപ്പുള്ള ഒരു മൃഗത്തിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. 4-ാം വാക്യത്തിൽ ആ സ്ത്രീ ധൂമ്രവർണവും കടുഞ്ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ലോക ആഡംബരത്തിന്റെ പ്രതീകങ്ങളാണ് ഇവിടെ പറഞ്ഞതെല്ലാം. ധൂമ്രവർണം, കടുഞ്ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭയോ വെള്ള. പ്രൈസ് ഗാഡ്. 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, 19:8, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. കണ്ടോ? ക്രിസ്തുവിന്റെ കാന്തയായ സഭയ്ക്ക്, നിർമ്മല കന്യകയ്ക്ക് ധരിക്കുവാനുള്ളത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ശുദ്ധം, ശുഭ്രം എന്ന് പറഞ്ഞാൽ വെളുത്തത്, വളരെ വിശുദ്ധമായ വിശേഷ വസ്ത്രം. വിശുദ്ധിയുടെ പൊന്നലങ്കാരമാണ് ദൈവസഭയ്ക്ക്. എന്നാൽ ഈ മഹാവേശ്യ എന്ന ലോക മതം, വഷളായ സഭ എന്നിവളെ വേണമെങ്കിൽ വിളിക്കാം. അവൾക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ അണിഞ്ഞിരിക്കുന്നത് ധൂമ്രവർണം, കടുംചുവപ്പ് നിറം ഉള്ള വസ്ത്രം. കടും ചുവപ്പ്, രക്താംബരം പോലെ ഇരിക്കുന്നത്. എന്നിട്ട് അവൾ എന്തുകൊണ്ടാണ് തന്നെ തന്നെ അണിയിച്ചിരിക്കുന്നത്? പൊന്നും രത്നവും മുത്തും. പൊന്നും രത്നവും മുത്തും. ലോകത്തിന്റെ ആഡംബര വസ്തുക്കളാൽ അവൾ ആഭൂഷിതയാണ്. എന്തിനാണ് ഇതൊക്കെ ധരിച്ചിരിക്കുന്നത്? മറ്റുള്ളവരെ തങ്കലേക്ക് ആകർഷിക്കുവാൻ. ഇതൊക്കെ കൊണ്ടും കൂടെയാണ് ദൈവസഭ സാധാരണ വസ്ത്രം ധരിക്കുന്നത്, നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നത്, ആഭരണ വർജനം ആചരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആഭരണം ധരിക്കരുതെന്നുള്ള ഒരു കർക്കശമായ കൽപ്പന ഒറ്റ വാക്യത്തിൽ നിന്ന് നേരിട്ടെടുത്ത് തരുവാനായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ വിശുദ്ധന്മാർ ആഭരണവർജനം ആചരിച്ചതും, വിശുദ്ധന്മാർ വിശുദ്ധ വസ്ത്രം, ശുഭ്രവസ്ത്രധാരണം ആചരിച്ചതുമൊക്കെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ആ വെള്ള ധരിക്കാൻ എവിടെയാ പറഞ്ഞേക്കുന്നത്, ആഭരണം ഇടരുതെന്ന് എവിടെയാ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മുട്ടാത്തർക്കമുണ്ടാക്കി സാധാരണക്കാരെ പോലെ, ലോകക്കാരെ പോലെ ആയിത്തീരുന്നു. എപ്പോഴും വിശുദ്ധന്മാർക്ക് ഭൂഷണം വളരെ സാധാരണമായ ജീവിതമാണ്, വളരെ സാധാരണമായ വസ്ത്രധാരണവും ഒക്കെയാണ്. ഓക്കെ, മടങ്ങി വരുന്നു. ഈ വ്യാജമതം, ഈ വ്യാജസഭ, അവൾ ഇങ്ങനെ
മഹാവേശിയായി എന്ന് പറഞ്ഞാൽ ആരോടും എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന സ്വഭാവം. അതാണ് ഈ മഹാവേശ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു അക്ഷരീയമായ സ്ത്രീ അല്ല. അക്ഷരീയമായും ശാരീരികമായും ചെയ്ത വ്യഭിചാരവും വേശ്യാവൃത്തിയുമല്ല. പക്ഷേ ആത്മീയ വേശ്യാവൃത്തിയാണത്. എന്ന് പറഞ്ഞാൽ ആരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന എക്സ്ക്ലൂസീവിസം, ഇൻക്ലൂസീവിസം. ദൈവസഭയ്ക്ക് എക്സ്ക്ലൂസീവിസമാണുള്ളത്. സ്തോത്രം. ആരെയും ഉൾക്കൊള്ളും, എല്ലാവരെയും സ്വീകരിക്കും, ആർക്കും വരാം, എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാം. വേർപാടിന്റെ യാതൊരു അവസ്ഥകളുമില്ലാതെ എല്ലാവർക്കും വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സംഘടനാ വ്യവസ്ഥയാണ് ഈ മതവ്യവസ്ഥ. അതിനെയാണ് ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാവൃത്തി ചെയ്ത മഹാവേശ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ത്രീ അല്ലത്, അക്ഷരീയ സ്ത്രീ അല്ല, അക്ഷരീയമായ കർമ്മങ്ങളല്ല ഇവിടെ നടക്കുന്നത്. പക്ഷേ ഏറ്റവും നിശിതമായ രീതിയിൽ, ഏറ്റവും ഹീനമായ ഭാഷയിൽ തന്നെ വേദപുസ്തകം ഈ മതത്തെ, അതിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രകൃതത്തെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ്, അപലപിക്കുകയാണ് ഇവിടെ. എന്നിട്ടോ ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കുവാൻ തങ്ങളെ തന്നെ, അല്ലെ തന്നെ തന്നെ ആർക്കും ഇടാവുന്ന പാകത്തിലുള്ള വസ്ത്രമായി കാണിച്ച് ആഡംബരങ്ങളിലൂടെ എല്ലാവരെയും ആകർഷിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ചു പോകുന്ന ഈ വ്യാജമതം അത്രയും കൊണ്ട് മാത്രം നിർത്തിയില്ല. 17-ന്റെ 6-ാമത്തെ വാക്യം വായിക്കട്ടെ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. മതി. ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വ്യാജ മതം ലോകത്തിലുള്ള എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് ഏറ്റവും വഷളായി, വൃത്തികെട്ടവളായി എന്ന് മാത്രമല്ല, അവൾ മറ്റൊരു മഹാപാതകവും കൂടെ ചെയ്തു. അതെന്താ ചെയ്തത്? വിശുദ്ധന്മാരെ രക്തസാക്ഷികളാക്കി. അതാണ് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് അവൾ മത്തയായിരിക്കുന്നു. അവൾ വ്യാജമതമായി ലോകത്തിലെ സകല വ്യാജങ്ങളെയും ഉൾക്കൊണ്ടു, ദൈവമല്ലാത്തവയെ എല്ലാം ദൈവങ്ങളായി സ്വീകരിച്ചു, അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ അവൾ ഉണ്ടാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ട് സത്യദൈവത്തെ ആരാധിച്ച, സത്യദൈവത്തിനായി തങ്ങളെ തന്നെ അർപ്പിച്ച വിശുദ്ധന്മാരെ അവൾ കൊന്നുമുടിച്ചു. അവളുടെ വ്യാജത്തിനെതിരെ നിന്നവരെ, അവളുടെ വ്യാജത്തോട് കൂട്ടായ്മ കാണിക്കാതിരുന്നവരെയൊക്കെ അവൾ എന്ത് ചെയ്തു? കൊന്നുമുടിച്ചു. ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടി വീഡിയോ ഓൺ ചെയ്തെന്നുള്ളൂ, ഞാൻ ഓഫാക്കിക്കൊള്ളാം. അപ്പോൾ ഇവൾ എന്താ ചെയ്തത്? 2 അപരാധങ്ങൾ. ഒന്ന്, സകല വ്യാജങ്ങളെയും അവൾ ഉൾക്കൊണ്ടു, സകല സത്യത്തിനും എതിരായിട്ട് അവൾ നിന്നു, സകല അശുദ്ധിയും കൊണ്ട് അവളെ തന്നെ നിറയ്ക്കുകയും മറ്റുള്ളവരെ വ്യാജം കൊണ്ട് പരിപോഷിപ്പിക്കുകയും ചെയ്തു. 2-ാമത്തെ അവളുടെ പാപം, വിശുദ്ധന്മാരെ അവൾ കൊന്നുമുടിച്ചു, വിശുദ്ധന്മാരെ അവൾ രക്തസാക്ഷികളാക്കി. അങ്ങനെ ഈ 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും നിമിത്തം അവൾ കൊന്നുമുടിച്ച, എതിർക്രിസ്തുവിൻ്റെ സഹായവും കൊണ്ട് കൊന്നുമുടിച്ച അനേകം രക്തസാക്ഷികളുടെ ആത്മാക്കളെയും അവരുടെ നിലവിളിയെയുമാണ്
വെളിപ്പാട് 6-ാം അധ്യായം 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കണ്ടതും കേട്ടതും. നാം അതുകൊണ്ടായിരുന്നു 17-ാം അധ്യായത്തെ പറ്റി പറഞ്ഞത്. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളാണ്. ഈ സ്ത്രീയുടെ, ഈ മൃഗത്തിന്റെ മേൽ ഏറി യാത്ര ചെയ്യുന്ന ഈ സ്ത്രീയുടെ, ഈ വ്യാജമതത്തിന്റെ ആവിർഭാവം മഹാപീഡനകാലത്തിന്റെ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ 7 വർഷ ഭരണത്തിന്റെ ആദ്യകാലത്താണെന്ന് നമ്മൾ ആദ്യ സമയത്ത് കണ്ടു. കാരണമായി നമ്മൾ കണ്ടത് 3-ാമത്തെ വാക്യത്തിൽ കണ്ടല്ലോ, ഈ മൃഗത്തിന് അഥവാ എതിർ ക്രിസ്തുവിന് 7 തലയും 10 കൊമ്പും ഉണ്ടെങ്കിലും കൊമ്പുകളിൽ എന്തില്ല? ഓർമ്മയുണ്ടോ? ക്രൗൺസ് ഇല്ല, രാജമുടികളില്ല. അതേസമയം 13-ാമത്തെ അധ്യായത്തിൽ കിരീടങ്ങൾ അഥവാ രാജമുടികൾ ഈ മൃഗത്തിന്റെ 10 കൊമ്പുകളിലുണ്ട്. അപ്പോൾ അവയ്ക്ക് ഭരണം ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു ചിത്രമായി നമുക്ക് 17-ാം അധ്യായത്തെ കാണാം. അതുകൊണ്ടാണ് ഇത് 6-ാം അധ്യായത്തിന്റെ 5-ാം മുദ്രാഭേദനത്തോടനുബന്ധിച്ച് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ വ്യാജ മതം എന്ത് ചെയ്യുന്നു? ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരെ കൊന്നുമുടിക്കുന്നു, രക്തസാക്ഷികളാക്കുന്നു. ആ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് നാം യാഗപീഠത്തിന് കീഴിൽ കാണുന്നത്. മടങ്ങി വരാം 6-ാം അധ്യായത്തിലേക്ക്. അപ്പോൾ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം ഈ രക്തസാക്ഷികളുടെ ആത്മാക്കളെ കാണുന്നു. ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും കൊല്ലപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥവും നമ്മൾ ആദ്യ ദിവസം കണ്ടു. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ദൈവസഭാ സംഘടനകളിൽ തന്നെ പെട്ട ധാരാളം പേർ കൈവിടപ്പെടും. കാരണം ചർച്ചിൽ പോകുന്നു എന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. ബൈബിൾ വായിക്കുന്നു എന്നതുകൊണ്ടും വെറുതെ വെള്ളത്തിൽ മുങ്ങി എന്നതുകൊണ്ടുമൊന്നും സ്വർഗത്തിൽ പോകണം എന്നില്ല. ഞാൻ പാസ്റ്റർ ആയതുകൊണ്ടും നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ടും അച്ഛനും കപ്പ്യാരും ബിഷപ്പും മെത്രാനും ആയതുകൊണ്ടുമൊന്നും ആരും സ്വർഗത്തിൽ പോകണം എന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവചനം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. തിരുവെഴുത്തനുസരിച്ചേ പറ്റൂ. കേവലം വിശ്വാസം മാത്രം മതി എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ ദൈവശാസ്ത്രവും ഇന്ന് സഭയ്ക്കകത്തിലുണ്ട്. ഒരു ഭാഗം അത് ശരിയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ. കർമ്മങ്ങളാലും ക്രിയകളാലും നേർച്ച കാഴ്ചകളാലും പുണ്യപ്രവർത്തികളാലും സൽപ്രവർത്തികളാലും ഒന്നും പാപമോചനം ലഭ്യമല്ല എന്ന് വിചാരിച്ച് വെറുതെ അങ്ങ് ജീവിച്ചാൽ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ചർച്ചിൽ പോയാൽ, സ്നാനപ്പെട്ടാൽ ജീവിതം മാറാതെ അങ്ങ് പോകാമെന്ന് ആരും കരുതരുത്. ഈ വിശ്വാസത്തോടൊപ്പം മാനസാന്തരം എന്നുള്ളത് ഊന്നിപ്പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സ്റ്റക്കായെന്ന് തോന്നല്ലേ? സ്റ്റക്കായില്ല. ഓക്കെ. അപ്പോൾ വിശ്വാസത്തോടൊപ്പം നാം വളരെ ഊന്നിപ്പറയേണ്ട ഒരു ഘടകമാണ് എന്ത്? മാനസാന്തരം. പക്ഷേ നമ്മൾ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്ന അത്രയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നതിനും ഊന്നൽ കൊടുക്കുന്നുവോ എന്ന് എനിക്ക് സംശയമാണ്. നിങ്ങളുടെ ചിന്താഗതി എനിക്കറിയില്ല. ഞാൻ എൻ്റെ ആശയം പറയുക. ആവർത്തിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നതിന് നാം ഊന്നൽ കൊടുക്കുന്നു.
കർമ്മങ്ങളും കർമ്മമാർഗങ്ങളും കൊണ്ട് രക്ഷ സ്വായത്തമാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. 100% ശരിയാണത്. രക്ഷ വിശ്വാസത്താൽ മാത്രം, രക്ഷ ദൈവകൃപയാൽ മാത്രം, അത് പ്രവൃത്തികളാൽ അല്ല. പക്ഷേ അതോടൊപ്പം ഊന്നൽ കൊടുക്കേണ്ട കാര്യമാണ് എന്ത്? മാനസാന്തരം. മാനസാന്തരം മാത്രം പോരാ. സ്നാപകന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചേ പറ്റൂ. മാനസാന്തരപ്പെട്ടോ, നല്ല കാര്യം. പക്ഷെ അത് പ്രവൃത്തികളാൽ തെളിയിക്കണം. പ്രവൃത്തികളാൽ തെളിയിക്കണം. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇത് ഒന്ന് പിടിച്ചു കുലുക്കിയാൽ, ഇത് തുറന്നു വെച്ചിട്ട് ഇത് പിടിച്ചു കുലുക്കിയാൽ, അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ട് ഒഴിച്ചാൽ എന്താണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്? ഇതിനകത്തുള്ളത്. നമ്മളെ ഇതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്താൽ, നമ്മളെ ഇതുപോലെ ഒന്ന് ഞെക്കിയാൽ, ഇതുപോലെ നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ, നമ്മളെ ഒന്ന് പ്രവോക്ക് ചെയ്താൽ, ഒന്ന് പ്രകോപിപ്പിച്ചാൽ, നമ്മെ ഒന്ന് ടെംപ്റ്റ് ചെയ്താൽ, ഒന്ന് പ്രലോഭിപ്പിച്ചാൽ എന്താണ് പുറത്തു വരിക? സ്തോത്രം. ഇന്ന് നമ്മൾ അകത്തുണ്ടെന്ന് പറയുന്നതാണോ അതോ അല്ലയോ? സ്തോത്രം. അവരവർ ചിന്തിച്ചാൽ മതി. എൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ ഇന്ന് അവകാശപ്പെടുന്നതും ജനം ഒരു പക്ഷേ ധരിക്കുന്നതുമായതാണോ സത്യത്തിൽ എൻ്റെ അകത്തുള്ളത്? മാനസാന്തരം പുറമേയുള്ളതല്ല, അകമേയുള്ളതാണ്. അകമേയുള്ളതാണ്. സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ പുറമേ ഉള്ള യഹൂദനല്ല യഹൂദൻ, ജഡത്തിലുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന. സ്തോത്രം. അപ്പോൾ ഇൻവേർഡ് പയറ്റി, ആന്തരികമായ ഭക്തിക്ക് ഏറെ പ്രാധാന്യം തിരുവെഴുത്തുകളിൽ ഉണ്ട്. റോമർ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 28-29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കുന്ന ആന്തരികമായ പരിച്ഛേദനയും ഹൃദയത്തിന്റെ പരിച്ഛേദനയും ആന്തരികമായ മാനസാന്തരവും നമ്മൾ ഉണ്ടാവണം. അത് ആന്തരിക മാറ്റം ഉണ്ടായി എന്നതിൻ്റെ പ്രകടമായ തെളിവായി പ്രവർത്തികളിലൂടെ സ്വാഭാവികമായിട്ടത് പുറത്തു വരണം. സ്വാഭാവികമായി. ഇന്ന് നമ്മിൽ നിന്നും പുറത്തു വരുന്ന പലതും സ്വാഭാവികമല്ല. നമ്മൾ അതുകൊണ്ടാണ് പല സമയത്തും പറയാറുള്ളത്, നോട്ട് ദ കോണ്ടക്ട് ബട്ട് ക്യാരക്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പെരുമാറ്റമല്ല, സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. പക്ഷെ നമ്മൾ വളരെ സ്കിൽഡായിട്ട്, വളരെ പ്രത്യേക കഴിവുകളോടുകൂടെ അഭിനയിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അല്ലാതിരിക്കുന്നത് ആണെന്ന് കാണിക്കുന്നവരാണ്.
അങ്ങനെ കാണിച്ചുകൊണ്ട്, ഭക്തിയുടെ പുറംപൂച്ചുകൊണ്ട്, ഭക്തിയുടെ വേഷം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെയും മറ്റുള്ളവരെയും കബളിപ്പിക്കുന്നു. ചർച്ചിൽ പോകുന്നു, പ്രസംഗിക്കുന്നു, പാടുന്നു, അന്യഭാഷ പറയുന്നു, സ്നാനമേൽക്കുന്നു, ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ കൊടുക്കുന്നു. ചർച്ചിലെ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരോ സഭാ നേതൃത്വത്തിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നു. പക്ഷേ ആന്തരികമായ മാനസാന്തരവും മാനസാന്തരത്തിന് യോഗ്യമായ സ്വാഭാവിക ഫലങ്ങളും നാം കായ്ക്കുന്നില്ലെങ്കിൽ നാം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. അങ്ങനെ കൈവിടപ്പെട്ടു പോകുന്ന ഒരു വലിയ സമൂഹം കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയ ശേഷം ഇവിടെ കാണും. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലാകും. അവർ ഇനി എന്തു വന്നാലും കർത്താവിന് വേണ്ടി തന്നെ നിൽക്കുക, നരകത്തിൽ പോകാതിരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ജീവനെ ത്യജിക്കുവാൻ വരെ തയ്യാറാകും. ജീവനെ ത്യജിപ്പാൻ വരെ അവർ തയ്യാറാകും. അങ്ങനെയുള്ള ഒരു വലിയ സമൂഹമായിരിക്കും ഈ രക്തസാക്ഷികളായി തീരുന്നത്. അത് യഹൂദന്മാരിൽ നിന്നും യഹൂദന്മാരല്ലാത്തവരിൽ നിന്നും ഉണ്ട് എന്ന് 7-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹമാണിവിടെ ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെടുന്നവർ. എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെ അവർ ദൈവത്തിനായി, സത്യത്തിനായി മാറി നിൽക്കുവാൻ തയ്യാറാവുന്നു. അവരെയാണ് നാം ഇവിടെ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എങ്കിൽ അവരുടെ ഒരു രോദനം നമുക്ക് കേൾക്കാം, അവരുടെ ഒരു നിലവിളി നമുക്ക് കേൾക്കാം. എന്താണ് അവർ നിലവിളിക്കുന്നത്? വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അവരുടെ ഉറക്കെയുള്ള നിലവിളി ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. വിശുദ്ധനും സത്യവാനും ആയ നാഥ. വിശുദ്ധനും സത്യവും നമ്മൾ കണ്ടായിരുന്നു. കേൾക്കാമോ? ഇടയ്ക്ക് മുറിഞ്ഞോ? സൗണ്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ. സ്തോത്രം. ഓക്കെ. അപ്പോൾ വിശുദ്ധനും സത്യവാനും എന്നുള്ളത് നാം 7 സഭകളെക്കുറിച്ച് കർത്താവ് ദൂത് പറയുമ്പോൾ, 7 സഭകളെക്കുറിച്ച് കർത്താവ് ദൂത് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫിലദൽഫിയ സഭയോട് യേശു തന്നെ പരിചയപ്പെടുത്തിയത് വെളിപ്പാട് 3:7 വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനും ആയി. ആ ഭാഗത്ത് നമ്മൾ ഈ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലെ വിശുദ്ധനും സത്യവാനും എന്ന പ്രയോഗം വ്യാഖ്യാനിച്ചതുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ തൊടുന്നില്ല. കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? അപ്പോൾ കർത്താവിനെ വിശുദ്ധനും സത്യവാനുമെന്ന് ഇവിടെ വിളിക്കുന്നു. നാഥ, കർത്താവേ, ഉടമസ്ഥനെ എന്നുള്ളതാണ്. അതും നമ്മൾ ഇതിനു മുമ്പിലത്തെ മത്തായി 6:24 വാക്യത്തെപ്പറ്റി ഗിരിപ്രഭാഷണത്തിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് ആ നാഥ എന്നുള്ള പ്രയോഗവും നമ്മൾ ഇവിടെ സ്പർശിക്കാതെ വിടുന്നു.
എന്നിട്ട് അവരുടെ നിലവിളിയാണ്, ഭൂമിയിൽ വസിക്കുന്നവരോട് അവരുടെ രക്തത്തെക്കുറിച്ച് പ്രതികാരവും ന്യായവിധിയും നടത്തുവാനുള്ള ഒരു നിലവിളി. അപ്പോ ഈ ആത്മാക്കൾ, അവർക്ക് എന്തുണ്ട്? നല്ല ഓർമ്മയുണ്ടല്ലേ? ആത്മാക്കൾക്ക്, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക്, അതിനിപ്പം പാപികളുടെ ആയാലും നീതിമാന്മാരുടെ ആയാലും ആത്മാക്കൾക്ക്, ശരീരം വിട്ടുപോയ, ദേഹം വിട്ടുപോയ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് സുബോധമുണ്ട്, ഓർമ്മയുണ്ട്, വികാരങ്ങളുണ്ട്, തിരിച്ചറിവുകളുണ്ട് എന്ന് ഈ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. മരിച്ചുപോയ ആത്മാക്കളുടെ അവസ്ഥ സുഷുപ്താവസ്ഥയിലല്ല, ഉറക്കമൊന്നുമല്ല ഇവർ. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് നല്ല ശതമാനം ദൈവ വചന പഠിതാക്കളും മരണസമയത്ത് ആത്മാവും ദേഹിയും കൂടെ ദേഹത്തെ വിട്ടുപോകുന്നു എന്ന് പഠിപ്പിക്കുന്നത്. കാരണം ദേഹിയിലാണ് വികാര വിചാരങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദേഹിയും ആത്മാവിനോടൊപ്പം ഇല്ലെങ്കിൽ, ആത്മാവ് യാതനാസ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ വേദനയൊന്നും അറിയാൻ ഇതിന് പറ്റില്ല. ദൈവസന്നിധിയിൽ ചെന്നാൽ അവിടുത്തെ സന്തോഷം അനുഭവിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് ദേഹം വിട്ടുപോകുന്ന, മരണത്താൽ ദേഹത്തിൽ നിന്നും വേർപെടുന്ന ആത്മാക്കൾക്കൊപ്പം ആ മരിക്കുന്നയാളിൻ്റെ ദേഹിയും ഉണ്ട്. അത് നിമിത്തം ഈ ആത്മാക്കൾക്ക് ഓർമ്മയും തിരിച്ചറിവും വികാര വിചാരങ്ങളും ഒക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും സംഭവകഥ, അതിലും മരിച്ചുപോയ ധനവാന്റെ ആത്മാവ് യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനെയും തൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതും കണ്ടു. അബ്രഹാം പിതാവിനെയും ലാസറിനെയും ആ ആത്മാവ് തിരിച്ചറിഞ്ഞു. ഭൂമിയിൽ തൻ്റെ സഹോദരന്മാരുണ്ടെന്ന് ഓർമ്മ വന്നു. എത്ര പേരുണ്ടെന്ന എണ്ണം തെറ്റാതെ പറഞ്ഞു. ഇതെല്ലാം തന്നെ മരിച്ചു പോകുന്ന ആത്മാക്കളുടെ സ്റ്റേറ്റ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാക്കളുടെ മരണത്തിനും ഉയർപ്പിനും ഇടയിലുള്ള അവസ്ഥയെ ചിത്രീകരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഈ ആത്മാക്കൾ കൊല്ലപ്പെട്ടവർ ആയതുകൊണ്ട്, രക്തസാക്ഷികളായതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? പ്രതികാരത്തിനായി ദൈവത്തോട് നിലവിളിക്കുന്നു. പ്രതികാരത്തിനായി ദൈവത്തോട് നിലവിളിക്കുന്നു. അതെ, കഷ്ടപ്പെടുന്ന വിശുദ്ധന്മാരുടെ നിലവിളി മരണശേഷവും അത് ദൈവസന്നിധിയിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം നാം ഇവിടെ കാണുന്നത് എന്താണ്? ഈ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ, കൊല്ലപ്പെട്ട വിശുദ്ധന്മാരുടെ, രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു. തീർച്ചയായും വിശുദ്ധന്മാരോട് ക്രൂരമായി നീതിയില്ലാതെ ഇടപെട്ട
മനുഷ്യരോട് പ്രതികാരം നടത്തുവാൻ ഇവകൾ നിലവിളിക്കുകയാണ്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഗതി, തെർത്തുല്യൻ എന്ന ഒരു ചർച്ച് ഫാദറിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. നമ്മുടെ ക്ലാസ്സിലും ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റക്കാകുന്നൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ് ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യൻ. അദ്ദേഹം അഖിലാണ്ടത്തിന്മേലുള്ള ദൈവീക ന്യായവിധിയെക്കുറിച്ച് എഴുതിയ ഒരു കവിതാശകലം ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് മുഴുവൻ വ്യാഖ്യാനിക്കാൻ സമയം എടുക്കുന്നില്ല. അത് ക്രിസ്തീയ പ്രത്യാശയും ഈ പറഞ്ഞ ദൈവിക ന്യായവിധിയുടെ ഒരു പ്രദർശനവുമാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കൗതുകകരമായ ഒരു ദൃശ്യം ഞാൻ വർണ്ണിക്കാം. ഞാൻ ഗദ്യമായിട്ട് വായിക്കുകയാണ്, ഇത് പദ്യമാണെങ്കിലും. ഓക്കെ, കവിതയാണ്. കൗതുകകരമായ ഒരു ദൃശ്യം ഞാൻ വർണ്ണിക്കാം. എല്ലാ ദൃശ്യങ്ങളെക്കാളും മഹത്തായ ദൃശ്യം, അഖിലാണ്ടത്തിന്റെ അന്തിമവും നിത്യവുമായ ന്യായവിധിയുടെ ദൃശ്യം. അത് ഞാൻ എപ്രകാരം വർണ്ണിക്കൂ? പ്രത്യാശയാൽ ഞാനത് ദർശിക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തുഷ്ടനും ഔന്നത്യബോധമുള്ളവനുമായി തീരുന്നു. അഹംഭാവികളായ എത്രയെത്ര രാജാക്കന്മാർ, അവിടെ മുതലാണ് അദ്ദേഹത്തിന്റെ ആ വിശദീകരണം. അഹംഭാവികളായ എത്രയെത്ര രാജാക്കന്മാർ, ദൈവത്തെ പോലെ അഭിനയിച്ച എത്രയെത്ര പ്രഭുക്കന്മാർ ഈ അന്ധകാരത്തിന്റെ അഗാധ കൂപത്തിൽ വിലപിച്ചു ഞരങ്ങുന്നു. എന്റെ കർത്താവിന്റെ നാമം നിമിത്തം വിശുദ്ധന്മാർക്കെതിരായി വിധി എഴുതിയ വിധികർത്താക്കൾ, ന്യായകർത്താക്കൾ, ക്രിസ്ത്യാനികൾക്കെതിരായി അവർ കത്തിച്ച തീജ്വാലയേക്കാൾ 10 മടങ്ങ് ജ്വലിക്കുന്ന തീജ്വാലയിൽ, അഗ്നിജ്വാലയിൽ അതിവേദനപ്പെടുന്നത് കാണാം. മായയുടെ സന്തതികളായ തത്വജ്ഞാനികളും പണ്ഡിതന്മാരും ചെന്തീജ്വാലയിൽ, ചുമന്ന തീജ്വാലയിൽ വെന്തിരിയുന്നു. കവിപടുക്കളും ക്രിസ്തുവിന്റെ സഭയ്ക്ക് മുന്നിൽ നിസ്സഹാരായി നിൽക്കുന്നു. അനേകം ദുരന്ത നാടകകൃത്തുക്കളും ഇതാ സ്വന്തം ദുരന്തത്തെ വർണ്ണിപ്പാൻ കഴിവില്ലാതെ ഞെരിവിളി കൊള്ളുന്നു. നിരവധി നടന്മാരും നർത്തകിമാരും അവരുടെ പര്യവസാനമില്ലാത്ത നരകാഗ്നിയിൽ നൃത്തം വെച്ചു അഭിനയിക്കുകയാണെന്ന് തോന്നുമാറ് നരകാഗ്നിയിൽ ഇളകി വിഹരിക്കുന്നു. ചരിത്രത്തിന്റെ വിരോധാഭാസമായ ദൃശ്യം ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർ ദർശിപ്പാൻ പ്രത്യാശയോടെ നോക്കി പാർക്കുന്നു. മനസ്സിലായോ? ചുരുക്കത്തിൽ ദൈവജനത്തെ സത്യം നിമിത്തം ഉപദ്രവിച്ചവർ, പീഡിപ്പിച്ചവർ, തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ദൈവജനത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചവർ, ന്യായവിധി കർത്താക്കൾ, കണ്ടില്ലേ ചില കോടതികളിലെ ന്യായാധിപന്മാർ പോലും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അങ്ങനെയുള്ള ന്യായവിധി കർത്താക്കൾ, രാജാക്കന്മാർ, ഭരണാധിപന്മാർ. മറ്റൊരു കൂട്ടരാണ് പാപത്തിൽ രസിച്ച് തുടിച്ച് ജീവിച്ചവർ. പക്ഷേ ആത്യന്തികമായി ഇവരെല്ലാവരും എവിടെ ചെല്ലും? നരകത്തിൽ ചെല്ലും. നരകത്തിൽ ചെല്ലും. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ചില വാക്കുകൾ കൂടെ അതിനോട് ചേർത്ത് നമുക്ക് വെക്കാം. തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനം 1-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 3 മുതൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. 2 Thessalonians chapter 1 verses from 3. 2 തെസ്സലോനിക്കർ 1:3 മുതലാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാ ഞങ്ങൾ യോഗ്യമാകുമണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. അതുകൊണ്ട് 4-ാം വാക്യം മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഇന്നും നമുക്ക് എന്താവശ്യമുണ്ട്? നമ്മൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും സഹിഷ്ണുതയും വിശ്വാസവും വേണം. പിന്നെ അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ഇന്ന് നാം സഹിക്കുന്ന കഷ്ടതകൾ, സുവിശേഷത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നാം ഏൽക്കുന്ന ഉപദ്രവങ്ങൾ, അത് ദൈവരാജ്യത്തിന് നമ്മെ യോഗ്യരായിട്ടെണ്ണും അത്രേ. സ്തോത്രം. നമ്മുടെ വിഷയം അവിടെയുമല്ല. 6 മുതൽക്ക് ഒന്ന് വായിച്ചോളൂ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പ്രൈസ് ഗോഡ്. 6, 7, 8 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. അന്ന് കർത്താവ് പകരം കൊടുക്കും. ആർക്ക്? ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. എന്നിട്ടോ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നമുക്ക് സകല വിശുദ്ധന്മാരോടും കൂടെ ആശ്വാസം. സ്തോത്രം. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഈ ആത്മാക്കൾ നിലവിളിക്കുന്നതിന്. ഈ ആത്മാക്കൾ നിലവിളിക്കുന്നു, രക്തസാക്ഷികളുടെ ആത്മാക്കൾ നിലവിളിക്കുന്നു, ഈ വചനപ്രകാരം തങ്ങളെ പീഡിപ്പിച്ചവർക്ക് പ്രതികാരം കൊടുക്കുവാൻ ഉണ്ട്. ദൈവസഭയെ, ദൈവജനത്തെ ഏതു കാലവും സഭാകാലയളവിലോ അതിന് മുൻപോ അതിന് പിൻപോ വിശുദ്ധന്മാരെ പീഡിപ്പിച്ചവർക്ക് ദൈവം പ്രതികാരം കൊടുക്കും. അത് ദൈവസന്നിധിയിൽ എന്താണ്? നീതിയാണ്. പീഡിപ്പിക്കപ്പെട്ട നമുക്ക് അല്ലെങ്കിൽ പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ദൈവം കൊടുക്കും. സ്തോത്രം. നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് പാടുന്നത്, സ്വന്തം ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്ന് ബന്ധിതരാക്കി അധർമ്മികളാം അവർ കന്തം വരുത്തിയിടുവാൻ പ്രതിഫലം തന്നിടുവാൻ എന്നുള്ള പാട്ടിൽ നമ്മൾ പാടാറില്ലേ? സ്തോത്രം. തൻ തിരുനാമത്തിനായി ഭൂവിൽ നിന്ന് ഉപദ്രവങ്ങൾ സഹിച്ചവരെ എന്തു ചെയ്യും? തിരുസന്നിധവും ചേർത്ത് തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ നമ്മുടെ കർത്താവ് വരുന്ന കാലം അടുത്തു. സ്തോത്രം. അപ്പോൾ ഈ ആത്മാക്കൾ നിലവിളിക്കുന്നു പ്രതികാരത്തിനായി. അതിന്റെ അർത്ഥം എന്താണ്?
ആ പ്രതികാരത്തിനായിട്ടുള്ള അവരുടെ നിലവിളിയുടെ അർത്ഥം പെട്ടെന്നൊന്ന് പറയാമോ? ഒറ്റ വാക്കിൽ പറയാമോ? ന്യായവിധി. ന്യായവിധി. ഒന്നും കൂടെ. നീതി നടപ്പാക്കുക. മണവാട്ടി സഭയല്ല. മണവാട്ടി സഭയല്ല, നീതി നടപ്പാക്കുക. പോരാ, കൃത്യമാവത്തരത്തിലേക്ക് എത്തിയില്ല. മാനസാന്തരം വന്നവരല്ലെന്ന്. അല്ല. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, ഈ വാക്യത്തെ ആസ്പദമാക്കി പാടിയ പാട്ടും രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ മതി. പാട്ട് വേണ്ട, ഈ വാക്യം മാത്രം മതി. തെസ്സലോനിക്ക ലേഖനത്തിലെ ഈ വാക്യം മാത്രം മതി. ഈ നീതി നടപ്പാക്കാൻ, ഈ ന്യായവിധി നടത്താൻ എന്ത് വേണം? എപ്പോഴാ ഇത് നടക്കുന്നത്? ആഹാ. ആശ്വാസം പകരുന്നത് എപ്പോഴാ? കർത്താവിന്റെ വരവിൽ. വെഞ്ചീൻസ് നടത്തുന്നതും കർത്താവിന്റെ വരവിൽ. അപ്പോൾ ഇവര് ഈ നിലവിളിക്കുന്നതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തുവാ? കർത്താവേ വരണമേ. ഇതാണ് അവരുടെ നിലവിളി. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. ഇപ്പം മരിച്ചുപോയ ആത്മാക്കളെ നിലവിളിക്കുന്നുണ്ടല്ലോ ദൈവസന്നിധി. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ മരിച്ചുപോയ ആത്മാക്കളെ നമ്മളെ ജീവനിരിക്കുന്നവർക്ക് മധ്യസ്ഥിക്കാൻ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നതിൽ നമുക്ക് എന്തോ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവരുടെ ആത്മാക്കൾ നിലവിളിക്കും ദൈവസന്നിധി, മരിച്ചുപോയ ആത്മാക്കൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ, നമ്മുടെ സമുദായക്കാരുടെ ഭാഷ പറഞ്ഞാൽ, അവർ ജീവിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അവരുടെ മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അല്പം മാറ്റിവെക്കാം. പകരം യേശു കർത്താവ് പറഞ്ഞ ധനവാന്റെ നിലവിളിയും പ്രാർത്ഥനയും, പ്രാർത്ഥിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളതും സത്യമാണ്. കാരണം അവർക്ക്, ഈ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിലവിളിക്കാം. മിണ്ടരുതെന്നൊന്നും പറയുന്നില്ല, അവരെ ശാസിക്കുന്നില്ല. പക്ഷേ അവർ ചോദിച്ചതുപോലെ ഇവിടെ ആയാലും ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നിലവിളിച്ചിട്ടും, യേശു പറഞ്ഞ ധനവാന്റെ ആത്മാവ് നിലവിളിച്ചിട്ടും, ആ നിലവിളി പോലെ ദൈവം എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് നിലവിളിക്കാം എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ തിരുവെഴുത്തിൽ എങ്ങും തന്നെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇതുപോലെ മരിച്ച് ദൈവസന്നിധിയിലെത്തിയ ഈ രക്തസാക്ഷികളുടെ ഒഴികെ, മഹോപദ്രവകാലത്തെ രക്തസാക്ഷികളുടേതൊഴികെയുള്ള ഒരാത്മാവും ഇതുപോലെ യാതൊരു വിഷയത്തിലും നിലവിളിക്കുന്നതായി നാം എവിടെയും കാണുന്നില്ല. തീർച്ചയായും ആത്മാക്കൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ സുബോധമുള്ളത് കൊണ്ട്, ഭൂമിയിൽ ഉള്ളവരെ കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ട്, അവരുടെ ഭൗമ ജീവിതകാലത്തെക്കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ട് അവർക്ക് ഇത് സാധ്യമാണ്. പക്ഷേ ഈ സംഭവങ്ങളിൽ നിന്നും തെളിയുന്നു, ദൈവം അവരുടെ നിലവിളിക്ക് അനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായി ക്രൈസ്തവ സഭയിൽ മരിച്ച സ്തേഫാനോസിൻ്റേത് മുതൽ ഇങ്ങോട്ടുള്ള യാതൊരു ആത്മാക്കളും മരണശേഷം യാതൊന്നിനും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാം കാണാത്തത്. സമുദായക്കാർ പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ അവരുടെ നിലവിളി കൊണ്ടോ അവരുടെ മധ്യസ്ഥത കൊണ്ടോ സാധ്യമല്ല. കൂടാതെ തിരുവെഴുത്ത് വ്യക്തതയോടെ പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് തിരുവെഴുത്ത് വ്യക്തതയോടെ പഠിപ്പിക്കുന്നത് കൊണ്ടും കൽപ്പിക്കുന്നത് കൊണ്ടും അതിനപ്പുറത്തേക്ക് യാതൊരു മധ്യസ്ഥന്മാരും ഇല്ല എന്നുള്ളത് വ്യക്തം. ഇനി ഇവരാരെങ്കിലും നിലവിളിച്ചാലും അവരുടെ നിലവിളികൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിച്ചിട്ടില്ല.
പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും ആ ഉപദേശത്തിന്റെ സാധുതയാണ്. പക്ഷെ ഉൽപ്പത്തി 4:10 ആ നിലവിളിയുടെ അർത്ഥം എന്തുവാ? ദൈവം പറയുന്നല്ലോ കൈനോട്, നിന്റെ അനുജന്റെ രക്തത്തിന്റെ അതും ശബ്ദം അതും 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 ഇത് തന്നെയാണ്. അതും ഇത് തന്നെയാണ് ഇവിടെയും പറയുന്ന ആത്മാക്കൾ. അപ്പോൾ ഈ ആത്മാക്കളുടെ നിലവിളിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്തേ? ന്യായവിധി നടത്തുന്ന കർത്താവേ, അങ്ങ് ഇനിയും താമസിക്കരുതേ, വേഗം വരണേ. എന്നാൽ കർത്താവ് പറയുന്നു, ഇനിയും ചിലരും കൂടെ എന്ത് ചെയ്യാനുണ്ട്? രക്തസാക്ഷികളായി നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനായിട്ടുണ്ട്. അവരും കൂടെ വന്ന് തികയുവോളം, വന്നു ചേരുവോളം അല്പകാലവും കൂടെ നിങ്ങൾ അടങ്ങിപ്പാർക്കണം, സ്വസ്ഥമായിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റോമർ 11:25 നിന്നും ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്ന ദൈവസഭയെക്കുറിച്ചുള്ള ഒരു പദ്ധതി. അതുപോലെ തന്നെ നാം കാണുന്ന മറ്റൊരു സംഗതിയാണ് ഈ ആംഗ്ലിക്കൻ സഭയുടെ ശവസംസ്കാര സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥനയാണ്, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഖ്യ വേഗം പൂർത്തിയാക്കി രാജ്യം ശീഘ്രം സമാഗതമാക്കുവാൻ തിരുവിഷ്ടമാകണമേ. ശവസംസ്കാര സമയത്ത് ആംഗ്ലിക്കൻ സഭ പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ ആ ക്രമത്തിലുള്ള ഒരു പ്രാർത്ഥനയായത്. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഖ്യ വേഗം പൂർത്തിയാക്കി രാജ്യം ശീഘ്രം സമാഗതം ആക്കണമേ. ഇവിടെ ഈ ആത്മാക്കളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. കർത്താവേ, വേഗം വരണമേ. സ്തോത്രം. നമുക്ക് പ്രതികാരം കൊടുക്കാൻ വേണ്ടി കർത്താവെ വേഗം വരണമേ എന്നല്ലെങ്കിലും നമ്മെ ചേർക്കുവാൻ കർത്താവെ വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാനും വെളിപ്പാടിന്റെ ഒടുവിൽ അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. കർത്താവും പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ പറയുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പല പ്രസംഗകരും പറയാറുണ്ട്, രക്ഷിക്കപ്പെടാൻ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് നീ അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന്. പക്ഷേ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഇനിയും ധാരാളം പേർ ആ സംഖ്യയിൽ ചേരാനുണ്ടെങ്കിൽ ഈ ആത്മാക്കളോട് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളോടും പറയും, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ വരാൻ അല്പം കൂടെ താമസമുണ്ട്. കാരണം എന്താ? നിങ്ങളെപ്പോലെ കുറെ പേരും കൂടെ രക്ഷിക്കപ്പെടുവാനുണ്ട്. അവർ ഇനിയും രക്ഷിക്കപ്പെടുവാനുണ്ട് എന്നുള്ളത് കൊണ്ട് വേഗം വരണമേ എന്ന പ്രാർത്ഥനയ്ക്ക് തെറ്റില്ല. നമുക്കത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്കും നമ്മുടെയും അന്തരംഗത്തിന്റെ നിലവിളിയാകട്ടെ ഇത് രണ്ടും. ഒന്ന്, കർത്താവേ, നിന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അങ്ങ് വേഗം വരയണമേ. മറ്റൊന്ന്, രക്ഷിക്കപ്പെടാത്ത സുവിശേഷത്തെ അനുസരിക്കാത്തവരുടെ മേൽ പ്രതികാരം നടത്തുവാൻ അങ്ങ് വരുമല്ലോ, അങ്ങ് വേഗം വരയണമേ. വിൻഡിക്കേറ്റ് യുവർ ചർച്ച്, യുവർ പീപ്പിൾ, യുവർ സെയിൻസ്, യുവർ മാർട്ടിയേഴ്സ് ഓഫ് ഗാഡ്. നമുക്കും കർത്താവിനോട് നിലവിളിക്കാം. സ്തോത്രം. ഏകമധ്യസ്ഥനായ യേശുവിനോട് നമുക്കും നിലവിളിക്കാം. ആ കർത്താവ് ഭക്തൻ പാടുന്നത് പോലെ ഈ രണ്ടു കൂട്ടർക്കും ന്യായമായ പ്രതിഫലം നൽകുവാൻ വേഗം വരുന്നു. വെളിപ്പാടൊടുവിലും അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. ആകയാൽ നമുക്കും കർത്താവിങ്കൽ നിന്ന് ആശ്വാസവും കർത്താവിനോടൊപ്പമുള്ള വാസവും പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ.